Hi, good morning, Nidhu and Sri Lakshmi. Good morning, ma'am. Morning. Yes, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആകെ രണ്ടുപേരുള്ളൂ ഇന്ന്. രണ്ടല്ല, 3 പേര്. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? നിങ്ങൾ റെഡിയാണോ? 3 പേരും? 3 പേരുള്ളൂ. നമ്മൾക്ക് പൊടിച്ചിട്ട് പിടിക്കാൻ ബാക്കിയുള്ളവരെ. ഓക്കെ, നമ്മുടെ സമയം നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം ചോദിച്ചിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങളോട്. ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് തീർന്നോ? ടീച്ചർ ഇത് നമുക്ക് കറക്റ്റ് നമ്മളുടെ ആ ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ എന്റെ തേഴ്സ്ഡേ ഫ്രൈഡേയും ആണ് നമ്മളുടെ ക്ലാസ് വന്നത്. എന്റെ മീൻസ് എന്റെ അല്ലെ തേഴ്സ്ഡേ ഫ്രൈഡേയും ആണ്. തേഴ്സ്ഡേ ഫ്രൈഡേ കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് മിസ് ആയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ ഡേയുടെ ക്ലാസ് അല്ലെ, പിന്നെ ഒരു ഗുഡ് ഫ്രൈഡേയുടെ ക്ലാസ്, അങ്ങനെ 2-3 ക്ലാസ്സോളം എന്റെ മിസ് ആയിട്ടുണ്ട്. ആ ഒരു 3 ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നേ തീർത്തേനെ. ഓക്കെ, അപ്പൊ 1-2 ക്ലാസ് നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ പറ്റിയേനെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു വന്ദന മിസ്സിന്റെ ക്ലാസ് തീർന്നിട്ടുണ്ട് ഇല്ലേ? പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം തീർന്നു, മിസ്സിന്റെ ക്ലാസ് തീർന്നു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനാണ്. വന്ദന മിസ്സിന്റെ ക്ലാസ് തീർന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ഒരു 6 ക്ലാസ് മീൻസ് ഈ മന്ത് ലാസ്റ്റ് ആണ് നമ്മുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുക എല്ലാവരുടെയും. എന്റെയും നമ്മുടെ സോൾ മിസ്സിന്റെ ഉണ്ട് അതുപോലെ തന്നെ. അപ്പൊ അതും ഒരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അത് തീരാൻ ഇച്ചിരി സമയമെടുക്കും. ഇതും ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനും കുറെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നമ്മൾ കഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് സമയം നമുക്ക് കൂടുതൽ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ മിസ്സിന്റെ തീർന്ന സ്ഥിതിക്ക് 2 ക്ലാസ് നമ്മളുടെ കയ്യിൽ നിന്ന് എന്റെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഒരു 2 ക്ലാസ്സിനുള്ള പോർഷൻ ഞാൻ ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട്. സോ മൺഡേ ടീച്ചർ കയറുമ്പോൾ മൺഡേയും പിന്നെ ടീച്ചറിന്റെ ദിവസം എന്നാണോ ഐ തിങ്ക് വെനസ്ഡേ ആണെന്ന് തോന്നുന്നു. ഈ 2 ക്ലാസ്സിലും ടീച്ചർ ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ടീച്ചർ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് ആദ്യം തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ ഇനി മൺഡേ ടീച്ചർ വരുമ്പോൾ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഇനി മൺഡേ വന്ദന മിസ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇതിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പൊ ടീച്ചറിന്റെ പോർഷൻസ് തീർന്ന സ്ഥിതിക്കും ടീച്ചറിന്റെ മുന്നിൽ ഒരു 5-6 ക്ലാസ്സുകൾ ഐ തിങ്ക് അവിടെ ഉണ്ട്. അതായത് ഫ്രീ ആയിട്ട് ടീച്ചർ ബാക്കി 2 ക്ലാസ്സിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ക്ലാസ് ടീച്ചർ ഇരുന്ന് വേണമെങ്കിൽ ടീച്ചറിന്റെ എന്താ പറയാ പോർഷൻസ് ഒന്ന് എന്താ പറയാ റിവിഷൻസ് ആയിട്ട് തന്നോട്ടെ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഒരു 6 ക്ലാസ് ഒക്കെ മുമ്പിലുണ്ട് ടീച്ചർക്ക് എന്താ പറയാ ഈ റിവിഷൻ കൊടുക്കാനായിട്ട്. പക്ഷെ 6 ക്ലാസ്സിന്റെ ആവശ്യമില്ല. ആകെ 4 ചാപ്റ്ററേ ഓരോരുത്തർക്കുള്ളൂ അല്ലേ? ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്? അതെ അതെ അല്ലേ? 6 ക്ലാസ് ടീച്ചറുടെ ഫ്രണ്ടിലുണ്ട്. മീൻസ് തിങ്കളാഴ്ച കൂടി കിട്ടും. 2nd of June ആണ് നമ്മുടെ പോർഷൻസ് ഈ കോഴ്സ് കംപ്ലീറ്റ് നമ്മുടെ പോർഷൻസ് തീരുന്നതിന്റെ ഒരു ഡേറ്റ്. ഞാൻ ആ ഡേറ്റ് ഒക്കെ എഴുതി വെക്കുന്നത്. അപ്പൊ ആ ഒരു ദിവസം തീരുള്ളൂ. അതുവരെ നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം. സോ അത്രയും ദിവസം കയറിയിരുന്ന റിവിഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ടീച്ചർക്കും ഇതുപോലെ തന്നെ കുറച്ച് ഇൻകൺവീനിയൻസ് അനുഭവപ്പെടും. ഇങ്ങനെ റിവിഷൻ നമ്മൾക്കൊരു ടോപ്പിക്കിന് പഠിപ്പിക്കുന്നതും റിവിഷൻസ് ആയിട്ട് നമ്മള് അത് നമുക്ക് അങ്ങനെ പഠിക്കുന്ന വിഷയമാണെങ്കിലേ, അതായത് ഇപ്പൊ ഒരു ടോപ്പിക് പറഞ്ഞു അത് ഇന്നതാണെന്ന് ഒരു വാരി വലിച്ചൊക്കെ എഴുതേണ്ട നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്നത് പോലെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് വളരെ ഹെൽപ്ഫുൾ ആണ് റിവിഷൻ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഐ തിങ്ക് എനിക്കറിയില്ല അതെങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ടീച്ചേഴ്സ് അണ്ടർലൈനും ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തരുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ ഒരു റിവിഷന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 6 ക്ലാസ് റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ടീച്ചർക്ക് ഞാൻ പറഞ്ഞു ഒരു പോർഷൻ ടീച്ചർ എടുക്കണം. അത് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇത് നമ്മൾ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഭാഗത്തു നിന്നായിരിക്കും ടീച്ചർ എടുക്കുക. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നിന്നല്ല, ഈ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എന്താ പറയാ ഡ്യൂ ടു ദ ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഈ കമ്പ്യൂട്ടറുകളൊക്കെ ഇൻവെന്റ് ചെയ്തതിന് ശേഷമാണ് ഈ റെക്കോർഡുകളൊക്കെ എന്തായി മാറിയത്, ഈ റെക്കോർഡ്സ് ആയിട്ട്, ഈ പേഷ്യന്റ് റെക്കോർഡ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ് ആയിട്ട് മാറിയത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഉത്ഭവം അത് എങ്ങനെയാണ് വന്നത്, ഇത് ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അത് തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ റെക്കോർഡുകളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നു? ഇന്ന് ഈ റെക്കോർഡുകൾ മാത്രമൊന്നുമല്ല, നമ്മുടെ ഏത് ബിസിനസ് ഓർഗനൈസേഷൻസ് എടുത്താലും അവരുടെ പല ഡാറ്റാസും അവർ സേവ് ചെയ്യുന്നത് പലതല്ല, ഓൾ ദ ഡാറ്റ, എല്ലാ ഡാറ്റാസും അല്ലെ. ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും അവരെല്ലാവരും ആ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ വരവോട് കൂടിയാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒക്കെ എന്തായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും ഒക്കെ ആയിട്ട് മാറിയത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇവല്യൂഷനും അതൊക്കെ തുടങ്ങി ഉള്ള ഒരു ഭാഗമാണ്. അതിന്റെ അവിടെ നിന്ന് തുടങ്ങി ഞാൻ ടീച്ചറോട് എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതിവിടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, മറ്റേത് കമ്പ്യൂട്ടറിന്റെ ഒരു എന്താ പറയാ മാറ്റങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒറ്റയടിക്ക് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പറയുന്ന ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സോ ആയിട്ട് ഇൻവെന്റ് ചെയ്തതല്ല. ബൈ എന്താ പറയാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ, ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു, അത് മിനി ഫ്രെയിം ആയി. അങ്ങനെ ആ ഒരു ഉത്ഭവം, അതിന്റെ ഒരു ഇവല്യൂഷൻ സ്റ്റേജ് ആണ് അവരൊക്കെ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതോളം ബാക്കി ഭാഗം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഈ ഭാഗം മുതൽ ഒരു 2 ക്ലാസ്സിലുള്ളത് ടീച്ചർക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് മൺഡേ ടീച്ചർ കയറുമ്പോ ആ ഭാഗത്തുനിന്ന് ടീച്ചർ എടുക്കും. അല്ലെങ്കിൽ ഒരുപാട് ദിവസം കയറിയിരുന്ന് എന്താ പറയാ റിവിഷൻസ് തരേണ്ടതായിട്ട് വരും. അത് അത്ര നല്ല എന്താ പറയാ അത്രയും റിവിഷന്റെ ആവശ്യമുണ്ടെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ മനസ്സിലായോ? എന്നിട്ടാണെങ്കിൽ ഞാൻ എന്റെ പോർഷനിലേക്ക് തിരിച്ചു വരണ്ടേ, നിങ്ങളോട് അതൊന്ന് പറഞ്ഞു വെക്കാണ്. കാരണം ഇന്നിപ്പോ വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഇനി മൺഡേ ടീച്ചർ കയറുമ്പോൾ ടീച്ചർ ഈ ഭാഗത്ത് നിന്ന് എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അത് ടീച്ചർ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? എന്റെ ഈ ചാപ്റ്ററിന്റെ ഒരു ഭാഗം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്ന ഭാഗം തുടങ്ങി വന്ദന ടീച്ചർ ആയിരിക്കും എടുക്കുക. 2 ക്ലാസ്സിലുള്ളതേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ ടീച്ചർ പറഞ്ഞതുപോലെ റിവിഷൻസ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എനിക്കും കിട്ടും ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ ചിലപ്പോൾ റിവൈസ് ചെയ്യാനുണ്ട്. ക്ലിയർ? അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ചില ടീച്ചേഴ്സിന് റിവൈസ് ചെയ്യാനുള്ള സമയവും കിട്ടില്ല. ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് അതിനുള്ളത് ആവശ്യമുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഒരു ടീച്ചർ ഇരുന്നിട്ട് കുറെ അവരെടുത്ത ചാപ്റ്റർ അവർ റിവൈസ് ചെയ്യുള്ളൂ. മനസ്സിലായി? വാട്ട് ഈസ് 4 ചാപ്റ്റർ ടീച്ചർ റിവൈസ് ചെയ്യുള്ളൂ, ബാക്കി കിടക്കാണ് 20 ചാപ്റ്റർ അല്ലെ, 3 മൊഡ്യൂൾസിൽ കൂടി. ആ 20 ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞത് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. പേഷ്യന്റ് റെക്കോർഡ്സ് ബിക്കംസ് എ ലീഗൽ ഡോക്യുമെന്റ്. ഒരു ഏത് എന്താ പറയാ ചില സമയത്ത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട്, ലോ സ്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ നമുക്ക് പെർമനന്റ് റെക്കോർഡുകളായിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. എല്ലാ റെക്കോർഡുകളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഇങ്ങനെ എന്താ പറയാ കളയാനോ അത് ഡിസ്പോസ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. സം റെക്കോർഡ്സ് ഹാവ് ടു ബി കെപ്റ്റ് ആസ് ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെ. അത് തന്നെ അവിടെ വരെ പഠിപ്പിച്ചു നമ്മള്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട കുറെ ഡോക്യുമെന്റ് ഉണ്ട്. അത് എളുപ്പമൊന്നും ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നോക്കിയേ, ചില കേസസ് ഒക്കെ ചിലപ്പോ 10-20 കൊല്ലം മുമ്പ് നടന്ന എന്തെങ്കിലും ചിലപ്പോ വല്ല ഒരു ഇൻസിഡന്റ് ആയിരിക്കാം. അത് നമ്മൾ ചിലപ്പോ ആക്സിഡന്റൽ ഒരു ഡെത്ത് ആണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന ആളെ ഹോസ്പിറ്റലിൽ നിന്നും എന്ത് ചെയ്തു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ആക്സിഡന്റൽ ഡെത്ത് ആണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്നതാണ്, സ്വാഭാവികമായ മരണമാണെന്നൊക്കെ പറഞ്ഞ് കുറിച്ച് വെച്ചത് പിന്നീട് ചിലപ്പോ കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കുത്തിപ്പൊക്കി ചില റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടവര് അത് സംശയമൊക്കെ തോന്നി, ഡൗട്ട് തോന്നി, അത് വീണ്ടും അന്വേഷിക്കണം. വീണ്ടും ഈ റെക്കോർഡൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആകും. മനസ്സിലായോ? അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി ഡിസ്പോസ്ഡ്. എന്താ പറയാ അത് അത്ര പെട്ടെന്ന് നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. ലീഗൽ ഡോക്യുമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗാലിറ്റിയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പേഷ്യന്റ് ഹാസ് റെക്കോർഡ്സ് ഹാവ് ടു ബി ക്രിയേറ്റഡ്. ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഹോസ്പിറ്റൽസുകാര് ആ ഒരു ഡോക്യുമെന്റുകളെല്ലാം ഏത് പ്രൊവൈഡർ ആണോ
ലാബുകാരോ ഓപ്പറേഷൻ തിയേറ്ററുകാരോ അല്ലെങ്കിൽ ഫാർമസിക്കാരോ മരുന്ന് കൊടുത്തു, മാറിപ്പോയി, രോഗി അതുകൊണ്ടുപോയി എന്തെങ്കിലും കഴിച്ചു, കഴിച്ചിട്ട് എന്തെങ്കിലും വന്നു, പ്രതീക്ഷിക്കാത്ത രീതിയിൽ കണ്ടോ, ഏത് മരുന്ന് കൊടുത്തത് ഇതായിരുന്നു എഴുതിയിരുന്നത്, പക്ഷെ കൊടുത്ത മരുന്ന് വേറെ, കണ്ടോ ആ ഡോക്യുമെന്റ് വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്. അപ്പൊ ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ പ്രൊവൈഡേഴ്സും ഹാവ് ടു ക്രിയേറ്റ് ദ ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ്. ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടാണ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് മാനേജ് ചെയ്യേണ്ടത്. മനസ്സിലായ? അത് എത്ര കാലത്തോളം വെക്കണം അതനുസരിച്ച് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹാവ് ടു കീപ് ദാറ്റ് റെക്കോർഡ്സ്, അവരത് കീപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ പേഷ്യന്റ് പണ്ടൊക്കെ ഇല്ലേ, ഈ പേഷ്യന്റ് റെക്കോർഡ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, ഫുൾ ഓഫ് പേപ്പേഴ്സ് ആയിരുന്നു. എല്ലാം ഇങ്ങനെ പേപ്പറുകൾ ഓരോ കാര്യങ്ങൾ ഓരോ ചെയ്യുമ്പോ അതൊക്കെ ഇങ്ങനെ പേപ്പറിൽ കുത്തി കുറിക്കും, അതൊക്കെ ഫയൽ ചെയ്ത് ഇങ്ങനെ ഫയൽ വലിയ കൂട്ടമായിട്ട് കുന്നുകൂട്ടി ഇങ്ങനെ വെക്കേണ്ടി വരുന്നു. പക്ഷെ അന്നൊക്കെ അത്തരം അങ്ങനെ വെക്കുമ്പോഴും ഈ പറയുന്ന പോലെ whenever they need it, അവർക്ക് വേണ്ട സമയത്തൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് നോക്കി എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ചെന്ന് ആ പേപ്പർ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ നമ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് ഫയലിലേക്ക് വെച്ചിട്ട് ആ ഫയൽ നമ്പർ എടുക്കുക, ആ ഫയൽ എടുത്തിട്ട് പിന്നെ പേഷ്യന്റിന്റെ ഒരു കാര്യം ചെക്ക് ചെയ്യാനാണ്. കുറെ നാള് മുമ്പുള്ളതായിരിക്കാം, പക്ഷെ ഫയൽ വിൽഡിട്ട് പേപ്പർ കെട്ടുകളായിട്ടുള്ള ഫയലുകൾ അവിടെ ഉണ്ടാവും. സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ചെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ ഇന്ന് അപ്പൊ അതൊക്കെ എന്താ പറയാ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഫയൽ ചെയ്ത്. അപ്പൊ അതിനെയൊക്കെ നമ്മള് ലീഗൽ ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ LHR എന്നാണ് വിളിക്കുക. ഇങ്ങനെ പേഷ്യൻസിന്റെ ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ്, ദാറ്റ് ഈസ് കോൾഡ് ലീഗൽ ഹെൽത്ത് റെക്കോർഡ്സ്. കേട്ടോ? മനസ്സിലായോ? ഇതിനെ നമ്മൾ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് എന്നാ വിളിക്കുക. അപ്പൊ ഈ പറയുന്ന LHR ഫുൾ ഫോം മതി, ബാക്കിയൊന്നും വേണ്ട അതിനകത്ത്, നിങ്ങൾ വായിച്ചു നോക്കേണ്ട ആവശ്യമുള്ളൂ. LHR ലീഗൽ ഹെൽത്ത് റെക്കോർഡ്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ഇതൊക്കെ മാറിപ്പോകരുത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായി. ഓക്കെ, so these records പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, these records have to be kept during the course of business. അതായത് നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റൽസ് ഒക്കെ ഉള്ള കാലത്തോളം വരെയൊക്കെ ചിലപ്പോ ആ ഒരു കോഴ്സ് അവരുടെ ആ ഒരു കോഴ്സ് ഓഫ് ബിസിനസിന്റെ ഉള്ളിൽ അവർ എപ്പോഴും വെക്കണം. അതായത് ചില പ്രത്യേക കേസുകൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സപ്പോൾഡ്. എന്ന് വെച്ചാൽ സപ്പോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കോടതിയിലൊക്കെ നമുക്ക് സാക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഒരു വിറ്റ്നസ് അല്ലെങ്കിൽ ഒരു വിറ്റ്നസിന്റെ മുമ്പിൽ ഇങ്ങനെ നമുക്ക് എന്താ പറയാ ഒരു തെളിവിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലീഗൽ ഡോക്യുമെന്റേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസ് ഒക്കെ എന്തെങ്കിലും കാരണവശാൽ മരിച്ചു, അപ്പൊ ആ പേഷ്യന്റ് എന്തുകൊണ്ട് മരിച്ചു, അങ്ങനെ ഒരു മരിക്കേണ്ട വ്യക്തിയായിരുന്നില്ല, അത് എന്തെങ്കിലും പാകപ്പിഴകൾ കൊണ്ടാണോ. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ റെക്കോർഡ് എടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ദേ ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് ടു ദ കോർട്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയുടെ മുമ്പിൽ ഇതൊക്കെ കേസായി കഴിയുമ്പോൾ അവർക്ക് ആ റെക്കോർഡുകൾ എന്ത് ചെയ്യാം, അവരുടെ കോടതിക്ക് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ദേ ക്യാൻ യൂസ് ഇറ്റ്, അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പണ്ട് തുടങ്ങി തന്നെ, പണ്ട് പേപ്പർ ഫയൽസ് ആയിരുന്നു, എന്നാൽ ഇന്ന് പല റെക്കോർഡ്സും ഇതുപോലെ നമ്മുടെ എന്താ പറയാ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പൊ അത് ആവശ്യമുള്ളപ്പോ എന്താ പറയാ കോർട്സിലേക്ക് കൊണ്ടുപോകണം, കോടതികളിൽ പ്രസന്റ് ചെയ്യണം. സോ ദേ ക്യാൻ ടേക്ക് എ പ്രിന്റ് ഔട്ട്. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, ഫാക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഹെൽത്ത് റെക്കോർഡുകൾ, ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ നാളത്തേക്കൊക്കെ അങ്ങനെ ആ ഒരു സെയിം കാര്യമായിട്ട് നമ്മളവിടെ ഇരിക്കണം. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ബിക്കോസ് അത് ലീഗൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ലീഗൽ പർപ്പസിന് ഉപയോഗിക്കുമ്പോഴാണ് ഒരു എന്താ പറയാ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ എന്തായി മാറുന്നത്, ലീഗൽ ആയിട്ടുള്ള ലോ സ്യൂട്ടിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക. മനസ്സിലായി? അപ്പൊ എല്ലാ റെക്കോർഡ്സും നമുക്ക് വെക്കാം, പക്ഷെ ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ലീഗൽ ഹെൽത്ത് റെക്കോർഡ്സ്. മനസ്സിലായോ? സോ അതുപോലെ തന്നെ എന്താ പറയാ ഓരോ ഹെൽത്ത് റെക്കോർഡുകളും നമുക്കറിയാം സംടൈംസ് ഇറ്റ് ഹാവ് ടു ബി അഡ്മിസിബിൾ ടു ദ കോർട്ട്. കോർട്ടിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ പല പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇത്തരം പേഷ്യന്റ് റെക്കോർഡ്സ് ഒക്കെ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്.
represent an exception to the rule generally admissible in a court and therefore can be subjoined as a legal documentation of the care provided to the patients. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അല്ല ബ്രാക്കറ്റിൽ കിടക്കുന്നതൊന്നും വേണമെന്നില്ല. ഹിയർസേ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി എന്നർത്ഥോട്ടാ. ഹിയർസേ കേട്ടുകേൾവി. സബ്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എന്താ പറയാ സാക്ഷിയായിട്ടൊക്കെ നമുക്ക് ഹാജരാക്കാൻ പറ്റുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? പാരഗ്രാഫ് അതിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ഇനി ഡ്യൂറിംഗ് ദ ഇയർ 2013 ONC എന്താ നമ്മളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ONC ഉണ്ടായിരുന്നില്ലേ? ONC ആണോ ഉണ്ടായിരുന്നത്? ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ആണ് കേട്ടോ. ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫോർമേഷൻ നാഷണൽ ലേണിംഗ് കൺസോർട്ടിയം പബ്ലിഷ്ഡ്. അതായത് ഇവരൊരു ലീഗൽ ഹെൽത്ത് റെക്കോർഡ് പോളിസി ടെംപ്ലേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത്ര ഉള്ള ആ സെന്റൻസ് മാത്രം, ഞാൻ പറയുന്ന സെന്റൻസ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതായത് 2013 ONC എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇവര് ഹെൽത്ത് നമ്മുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡ് പോളിസി ടെംപ്ലേറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന, അതായത് ഏതൊക്കെ റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യണം, അതിൽ ഏതൊക്കെ റെക്കോർഡുകളാണ് ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ നിയമപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എവിഡൻഷ്യറി പർപ്പസിന് വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ടോ ഏതൊക്കെ സെറ്റ് ഓഫ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ടെംപ്ലേറ്റ് 2013 ONC പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റലില് വിച്ച് ഓൾ റെക്കോർഡ്സ് ഹാവ് ടു ബി കെപ്റ്റ്, ഏത് സെറ്റ് ഓഫ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, വിച്ച് ഓൾ സെറ്റ് ഓഫ് റെക്കോർഡ്സ് ബിക്കം എന്താ പറയാ ലീഗൽ റെക്കോർഡ്സ്, ഏതൊക്കെ ലീഗൽ റെക്കോർഡുകളായിട്ട് ഇതിനകത്ത് നിന്ന് ഈ റെക്കോർഡുകൾ മാറുന്നു, അത് എവിഡൻഷ്യറി പർപ്പസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണോ, അതെങ്ങനെയുള്ളതൊക്കെ ഏതൊക്കെ റെക്കോർഡാണ് അങ്ങനെ കീപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് 2013 ONC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ടെംപ്ലേറ്റിന് താഴെ ഒരു www.health.gov/sites/default/files/legal-health-policy template.dox എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് ആണ്. ഇത് ഇതിനകത്തുള്ള ഗൈഡ് ലൈനുകളാണ്. ഏതൊക്കെ സെറ്റ് ഓഫ് റെക്കോർഡ്സ് ഹോസ്പിറ്റൽസിൽ വെക്കണം, അതിനകത്ത് ഏതൊക്കെയാണ് ലീഗൽ റെക്കോർഡ്സ് ആയിട്ട് വരിക, കണ്ടോ? അതാണ് ONCയുടെ ഫുൾ ഫോം. അതാണ് ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫോർമേഷൻ. ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവരൊരു ഇത് എന്താ പറയാ ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളുടെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കയറി നോക്കിയാൽ ഇത് അടിച്ചിട്ട് നമ്മൾ കയറി നോക്കി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലില് ഏതൊക്കെ റെക്കോർഡാണ് പേഷ്യന്റുകളുടെ റെക്കോർഡായിട്ട് വന്നേക്കുന്നതെന്നും അതിൽ ഏതൊക്കെയാണ് നമ്മുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ആ ഒരു സെന്റൻസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടുള്ളൂ. ഈ സൈറ്റ് ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, ഈ ടെംപ്ലേറ്റിന്റെ അതൊന്നും പഠിക്കണ്ട, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സൈറ്റ് ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ONC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ്. അത് തന്നെയാണ് അതിന്റെ ബാക്കി അടുത്ത കാര്യം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതായത് 2013 ONC നമ്മുടെ ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഫോർ ഇൻഫോർമേഷൻ എന്നുള്ള ആ ഒരു
ആ ഒരു എന്താ പറയാ സിസ്റ്റം, ആ സിസ്റ്റം ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡ് ടെംപ്ലേറ്റ്, ഒരു ഗൈഡ് ലൈൻ പോലെ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വാട്ട് ആർ ദ സെറ്റ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ റെക്കോർഡ്സിന്റെ സെറ്റുകൾ ഏതൊക്കെയാണ്, ഇതിൽ ഏതൊക്കെയാണ് ലീഗൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലീഗൽ റെക്കോർഡ്സ്, അത് ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണോ, ലീഗൽ എവിഡൻഷ്യറി പർപ്പസ് തെളിവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ലീഗാലിറ്റി, ഇപ്പൊ നിയമപരമായിട്ട് ഇതിന്റെ റെക്കോർഡ് സൂക്ഷിക്കണം എന്ന് നിർബന്ധമുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് ലീഗലായിട്ട് സൂക്ഷിക്കേണ്ട ചില ഡോക്യുമെന്റുകളില്ലേ, ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ ലീഗലായിട്ട് സൂക്ഷിക്കേണ്ട ചില ഡോക്യുമെന്റ്സ്? Can you say some examples? പറയാൻ പറ്റുമോ? നമ്മൾ ലീഗലായിട്ട് സൂക്ഷിക്കുന്ന ചില ഡോക്യുമെന്റിന്റെ പേര് പറഞ്ഞേ. പറ്റില്ല പറയാൻ? ഞാൻ പറയാം, നമ്മൾ ഇത് മുഴുവൻ വലിച്ചു വാരി ഇങ്ങനെ കുറെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, നിങ്ങൾ എന്തൊക്കെ റെക്കോർഡ്സ് നിങ്ങൾ എന്താ പറയാ ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? സൂക്ഷിച്ചിട്ടില്ല ടീച്ചറെ, ഞങ്ങൾ ഇങ്ങനെ ഒന്നും സൂക്ഷിക്കാറില്ല. അങ്ങനെയാണോ? സൂക്ഷിച്ചിട്ടില്ല ആരും? ലീഗൽ പർപ്പസിന് വേണ്ടി, തെളിവുകൾക്ക് വേണ്ടി ഞാൻ ഇത് ഇന്നത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത്? നീതു മാത്രം സൂക്ഷിച്ചിട്ടുള്ളൂ പറയേ. നീതു പറഞ്ഞേ, എന്ത് ഡോക്യുമെന്റ്? ഒരു 1-2 എക്സാമ്പിൾ പറഞ്ഞാൽ മതി, മുഴുവൻ പറയണ്ട. നിങ്ങൾക്കത് കാര്യം പിടികിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത്. അതിൽ ലീഗലായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ അത് റെക്കോർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ തെളിവായിട്ട് കാണിക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള തെളിവ് അല്ലെ. ചില കാര്യങ്ങൾക്ക് നമുക്ക് തെളിവ് സഹിതം പ്രസന്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ ഒരു നിർവാഹവുമില്ല. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ SSLC ബുക്ക്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെ. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, കോളേജ് സർട്ടിഫിക്കറ്റുകൾ, മാരേജ് സർട്ടിഫിക്കറ്റുകൾ അല്ലെ, നമ്മുടെ ID പ്രൂഫ്, ആധാർ കാർഡ്, അതൊക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റേഷൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവര് നമ്മളുടെ ID പ്രൂഫാ ചോദിക്കുക. ഇന്നാണെങ്കിൽ നമ്മുടെ ആധാറൊക്കെ എല്ലാ കാര്യങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണ് അല്ലെ. ഇതിനകത്ത് ആധാർ കാർഡിന്റെ ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ഈവൻ ഇഫ് യു ഹാവ് ഓൺഡ് എ വെഹിക്കിൾ, നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ പോലെ അതിന്റെ പോലും കാര്യങ്ങൾ അവിടെ വരും ഇല്ലേ. എല്ലാ ഡീറ്റെയിൽസും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ നമ്മുടെ മൊബൈൽ നമ്പറുകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യും, വണ്ടിയുടെ നമ്പർ ലിങ്ക് ചെയ്യും, അത് ലിങ്ക് ചെയ്യും, ഇത് ലിങ്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്താ? അപ്പൊ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒരാളെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവൊക്കെ വേണമെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ദെൻ അടുത്തത് ഒരു സെന്റൻസ് ആണ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത. ആ സെന്റൻസിൽ ഇതേ പറയുന്നുള്ളൂ. 2013 ONC ലേണിംഗ് കൺസോർട്ടിയം പബ്ലിഷ് ചെയ്തു ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡിന്റെ ടെംപ്ലേറ്റ്. ആ ടെംപ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിഷ് ചെയ്തത്? എന്തൊക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, അത് ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എവിഡൻസറി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽത്ത് റെക്കോർഡുകൾ ഏതൊക്കെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ ആണ് ഈ ടെംപ്ലേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. So and also the nature of patients' legal records. എല്ലാവരുടെയും എല്ലാ പേഷ്യന്റിന്റെയും ലീഗൽ റെക്കോർഡ്സിന്റെ സ്വഭാവം ഒരേ രീതിയൊന്നും ആയിരിക്കില്ല അല്ലെ. പല പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് ചില എന്താ പറയാ എന്തെങ്കിലും കേസസ് വരുമ്പോ ചിലപ്പോ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം, ചില കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്നിട്ട് അത് ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിച്ച് ആരെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആഫ്റ്റർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് എന്താണൊക്കെ ചെയ്തിട്ടും ആളെ നമുക്ക് രക്ഷിക്കാനായിട്ടില്ല, മരിച്ചു പോയി എന്ന് വിചാരിക്കാം. സോ അങ്ങനത്തെ പർപ്പസിലുള്ളതുണ്ട്. റേപ്പ് കേസസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് നേച്ചർ ഓഫ് എന്താ പറയാ കേസസ് വ്യത്യസ്തമാണ്. സോ അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി സെയിം ടു ദ പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ്സും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ്, അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും അവർ സൂക്ഷിക്കുന്ന ഈ ലീഗൽ റെക്കോർഡ്സ് അവരുടെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി റിട്ടൈൻ ചെയ്യാൻ വേണ്ടി അവരുടെ നിയമത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള റെക്കോർഡുകളൊക്കെയാണ് അവര് കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ നിയമങ്ങളുടെയും അതുപോലെ തന്നെ നേച്ചർ ഓഫ് പേഷ്യന്റ് റെക്കോർഡുകളും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്. ഓക്കെ. യെസ്. അടുത്തത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. ദാറ്റ് ഈസ് PHR. വീണ്ടും വന്നിരിക്കുകയാണ് മറ്റൊരു ഷോർട്ട് ഫോം PHR. നമ്മൾ ഒരുപാട് EHR, EMR, LHR. അടുത്തത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ്, ദാറ്റ് ഈസ് PHR. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്.
പേഷ്യന്റിന്റെ സാധാരണഗതിയിലുള്ള ഒരു റെക്കോർഡാണ്. എന്ന് വെച്ചാൽ ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾ എഴുതി തയ്യാറാക്കുന്ന, അതായത് പേഷ്യൻസിന്റെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് അതെല്ലാം കളക്ട് ചെയ്ത് വാരിക്കൂട്ടി എഴുതി വെക്കുന്നതാണ് എന്ത് പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സിനെ കുറിച്ചിട്ട് നമ്മുടെ AHIMA, the expanded form is American Health Information Management Association. അത് ഇമ്പോർട്ടന്റ് ആണ്. AHIMA ഫുൾ ഫോം കേട്ടോ. According to the American Health Information Management Association, PHR എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൂൾ. ഈ നമ്മളുടെ ഓരോ പേഷ്യൻസിന്റെയും എന്താ പറയാ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് പേഷ്യന്റിനെ അവരുടെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഉള്ള ആളുടെ രോഗങ്ങള്, രോഗവിവരങ്ങള്, അതുപോലെ ഇനി വരും ഇപ്പോഴുള്ള ഇൻഫോർമേഷൻസ്, ഇതെല്ലാം ഒരു പേഴ്സണെ സംബന്ധിച്ച്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ അതും നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളും എല്ലാ കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് PHR എന്ന് പറയുന്നത്, പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്. അതൊരു ടൂളാണ്. ഏത് ഹോസ്പിറ്റൽസും they have to follow this tool. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിന്റെ എന്ത് ചെയ്യുന്നത്, എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ, ഇപ്പൊ പേഷ്യന്റിന്റെ അവസ്ഥ, വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ അല്ലെ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് വന്നപ്പോ കൊടുത്തു, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ കളക്ട് ചെയ്ത് ഇതെല്ലാം ട്രാക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, പരിശോധിക്കണം. ആളുടെ രോഗത്തിന്റെ ഗതിവിഗതികളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണ്ടേ, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലെ, നമ്മുടെ മരുന്ന് ഇഫക്റ്റീവ് ആകുന്നുണ്ടോ, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ആരെങ്കിലും, അതായത് ഹോസ്പിറ്റൽസ് നമ്മൾ ആരെയാണോ ഒരു കെയർ കൊടുക്കുന്നത് അവരെ സംബന്ധിക്കുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ, ദാറ്റ് ഈസ് കോൾഡ്, അതിനെയാണ് നമ്മൾ PHR എന്ന് വിളിക്കുക, പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് വിളിക്കുക. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AHIMA ആണ്, അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ ഡ്യൂറിംഗ് ദ ഇയർ 2016. 2016 ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ എന്താ പറയാ ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോമും അതിന്റെ തുടർന്ന് വരുന്ന ആ ഒരു ഡെഫിനിഷനും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. രണ്ടും AHIMA ഫുൾ ഫോമും ഉണ്ട്, അതാരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടാതെ എന്താണ് ആ ഡെഫിനിഷൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. See, what is the difference between the legal health records and PHR? ഒരു പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡും ലീഗൽ ഹെൽത്ത് റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലീഗൽ നമ്മുടെ PHR എന്ന് പറയുന്നത് എന്താ പറയാ കുറച്ച് വ്യത്യാസമുണ്ട്. PHR എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള രോഗവിവരങ്ങള്, ഇപ്പോൾ ഉള്ളത്, നേരത്തെ ഉണ്ടായിരുന്നത്, എന്ത് മരുന്ന് കൊടുത്തു, എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത്, അവരുടെ രോഗവിവരങ്ങളെ നമ്മൾ ട്രാക്ക് ചെയ്തു. 2 ദിവസമായപ്പോഴേക്കും അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ടും 3 ദിവസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി ഭേദമായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻ ശേഖരിച്ചു. That is called the PHR, personal health records. എന്നാൽ it has a difference from legal health records or legal documentation. ഈ ലീഗൽ ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ലീഗൽ പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ്സ്, ഇറ്റ് ഈസ് ഫോർ ലീഗൽ പർപ്പസ്. അത് ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഈ PHR എല്ലാ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. A PHR differs from the health record maintained by a healthcare organization or a provider, and it does not serve as a legal document of care. പക്ഷേ എങ്കിലും ലീഗൽ ഡോക്യുമെന്റേഷൻ ഓഫ് കെയർ അല്ല എങ്കിലും it should contain all the informations about the patient. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവണം. പക്ഷെ അത് ലീഗൽ പർപ്പസിന് ഉപയോഗിക്കില്ല. ലീഗൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന റെക്കോർഡുകൾ വേറെ സെപ്പറേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? എന്താണ് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡിന് നമ്മുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? PHR നമ്മൾ എന്തിനും ഉപയോഗിക്കില്ല എന്ന്, ലീഗൽ ഡോക്യുമെന്റേഷൻ വേണ്ടി. ഇപ്പൊ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലീഗൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സണൽ ഹെൽത്ത് ഇൻഫോർമേഷൻസ് മുഴുവനും നമ്മൾ അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ചിലപ്പോ ഏത് മരുന്നാ കൊടുത്തത്, മരുന്നുമായി ബന്ധപ്പെട്ട ആൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് അപ്പൊ ആ കൊടുത്ത മരുന്നിന്റെ ആ ഡോക്യുമെന്റ്, അതാണ് അവിടുത്തെ ലീഗാലിറ്റി. അതാണ് അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ?
വ്യത്യാസം മനസ്സിലായോ? ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഫുൾ ഇൻഫോർമേഷൻസ് ഫ്രം ദ ബിഗിനിങ്, അതായത് അഡ്മിഷൻസ് നടക്കുന്ന സമയത്ത് പേഷ്യന്റ് വരുന്നു, രജിസ്ട്രേഷൻ പോയിന്റിൽ വന്നിട്ട് ചീട്ട് എടുക്കുന്നു, ആ ചീട്ട് എടുക്കുന്നിടത്ത് തുടങ്ങിയുള്ള ഇൻഫോർമേഷൻസ് ആളുകൾക്ക് ഷെയർ ചെയ്യേണ്ടി വരുമോ? പറയും നിങ്ങള്, പറയും ആക്റ്റീവാക്. ഹലോ, ഓ മൈ ഗോഡ്, ലാഗ് വരുന്നുണ്ടോ? സംസാരിച്ചിട്ട് കേൾക്കണില്ലേ നിങ്ങള്? കൊടുക്കേണ്ടതില്ല. ഷിജു ആണ് പറഞ്ഞത്. വെരി ഗുഡ് ഷിജു. ആണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടല്ലോ. കുറച്ച് ദിവസമായിട്ടൊക്കെ കാണാറില്ലല്ലോ നിങ്ങളെന്നും. കുറച്ച് കുട്ടികൾ അധികം നമ്മൾക്ക് ക്ലാസ് ചെയ്യുന്ന കിട്ടാത്ത പോലെ. സൗണ്ട് ഓക്കെ അല്ലേ? ഞാൻ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടാന്ന് വിചാരിച്ചപ്പോ ആരുമില്ല. ടെൻഷൻ കാണാനുള്ള പോട്ടെ, അതെവിടെയും പോട്ടെ. അപ്പൊ അതാണ് അല്ലെ. അപ്പൊ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യേണ്ട മോർണിംഗ് ഡ്യൂട്ടി ആണ്. അതുകൊണ്ട് കാണാറില്ല അല്ലെ. ഇന്ന് ഡ്യൂട്ടി ഇല്ല, ഇന്ന് ഓഫ് ആണ്. വെരി ഗുഡ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മളെ ക്ലാസ്സുകളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ തീർന്നു. ഇനി ഞാനും പിന്നെ സോളി മിസ്സും മാത്രമേ ഉള്ളൂ തീർക്കാനായിട്ട്. നമ്മളുടെ കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ ബിഗിനിങ് ഓഫ് ദിസ് ക്ലാസ്, ഈ ക്ലാസ്സിന്റെ തുടക്കം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലേറ്റ് ആയിട്ട് കയറിയവരും ഒന്ന് കാണണോട്ടാ. അടുത്ത ക്ലാസ്സിൽ ചെയ്യേണ്ട ചെറിയൊരു കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ലീഗൽ ഡോക്യുമെന്റഡ് റെക്കോർഡ്സ്. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന റെക്കോർഡായിട്ട് നമുക്ക് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിനെ കാണേണ്ടതില്ല. കാരണം ലീഗൽ പർപ്പസിന് വേണ്ടി ആ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോ അതാണ് പറയുന്നത്, കുറെ റെക്കോർഡുകൾ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓൾ ദാറ്റ് റെക്കോർഡ്സ് ആർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് ലീഗൽ റെക്കോർഡ്സ്. അതെല്ലാം തന്നെ ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളല്ല. അതിൽ ചിലതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും ഓൾ ദ കോണ്ടന്റ്സ്, എല്ലാ തരത്തിലുള്ള കണ്ടന്റുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഏതിന്റെ? നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇഫക്റ്റീവ് ടൂൾ വിച്ച് എംപവേഴ്സ് ദ പേഷ്യൻസ്. പേഷ്യന്റിന് എന്താ പറയാ, കുറച്ചുകൂടി ആ ഹെൽത്ത് കെയർ ടീമില്, ആ ഹെൽത്ത് കെയർ ടീം എന്ന് പറയുമ്പോൾ ഡോക്ടർ, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ, പേഷ്യന്റ്, അങ്ങനെ ആ ഒരു ടീമിലെ പല കാര്യങ്ങളൊക്കെ അറിയാനും അല്ലെ, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് ചികിത്സിച്ചത്, നമുക്ക് എന്ത് മരുന്ന് തന്നു, എന്ത് ഇഞ്ചക്ഷൻ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ നമുക്ക് മനസ്സിലാക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് PHR എന്ന് പറയുന്നത്, പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ നമ്മളും കൂടി അതിനകത്തൊരു മെമ്പർ ആകുകയാണ്. കാരണം നമ്മളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്കും അറിയാനായിട്ട് ചിലപ്പോ നമുക്ക് എന്താ പറയാ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ വി ഓൾസോ ബിക്കം എൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടീം. ആ ഒരു ടീമിൽ ഒരു മെമ്പർ ആകുകയാണ് ബൈ പ്രൊവൈഡിങ് അവർ ഇൻഫോർമേഷൻ. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്ത് ആ ഒരു ടീമിൽ ഒരു അംഗമായി തീരുക എന്നുള്ളത് ഉറപ്പാക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ PHR. അതെന്ന് പറയുന്ന ഒരു ഇഫക്റ്റീവ് ടൂളാണ്. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് HIMA തന്നെയാണ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഇവിടെയുണ്ട് എ പേഴ്സണൽ PHR, personal health record differs from a health record maintained by the healthcare organization or provider, and it does not serve as a legal document of care. Okay. Underline ചെയ്തോ? ഇൻവെർട്ടഡ് കോമ കഴിഞ്ഞുള്ള സെന്റൻസ് അതിലെ ലീഗൽ ഡോക്യുമെന്റ് ഓഫ് കെയർ വരെ മതി. പിന്നെ ലാസ്റ്റത്തെ സെന്റൻസ് ആണ് PHRs are an effective tool that empowers patients to be active member of their own health care team. തങ്ങളുടെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ടീമിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആകാൻ PHR എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റീവ് ടൂള് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എംപവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനും അതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ്. കാരണം എന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഡോക്ടേഴ്സിന് ഷെയർ ചെയ്തിരിക്കുന്നു, ഫാർമസിയിൽ ഷെയർ ചെയ്തിരിക്കുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ ഷെയർ ചെയ്തിരിക്കുന്നു, ലാബിൽ കൊടുത്തിരിക്കുന്നു. സോ നമ്മൾ അതിനകത്തൊരു മെമ്പർ ആകാണ്. ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഈ റെക്കോർഡ്സ് ഒക്കെ തന്നെ ഇൻഫോർമേഷൻസ് ആയിട്ട് അവര് കീപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആയിട്ട് മാറും. എല്ലാ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സും എന്തല്ല ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക്
കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റെക്കോർഡ്സ് ആണ്. ക്ലിയർ? മനസ്സിലായല്ലോ? പാരഗ്രാഫ് ക്ലിയർ അല്ലേ? തമ്പൊക്കെ ഇട്ട് എന്നെ നിങ്ങൾ രക്ഷിക്കണം. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തിയാലായിരിക്കും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കും പിള്ളേർക്കൊക്കെ മനസ്സിലായില്ലേ, അപ്പൊ ഞാനും ആകെ ബ്ലാങ്ക് ആയി പോകും. പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ എന്താ ഞാനിപ്പോ പറഞ്ഞെന്നുള്ള മട്ടായി പോകും. ഓക്കെ, യെസ്. അടുത്തത് പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റുകളാണ്. പേഷ്യന്റിന്റെ റെക്കോർഡുകളുടെ ഉള്ളടക്കം എന്തൊക്കെയാണ് ഓരോ പേഷ്യന്റ് റെക്കോർഡ്. അതിങ്ങനെ ഒന്നേ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് പേഷ്യന്റ് റെക്കോർഡുകളുടെ കണ്ടന്റുകളാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. അത്രയുള്ള ആ ഒരു വലിയ പാരഗ്രാഫിൽ കുറെ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ സ്പെസിഫിക് പേഷ്യൻസിനും ദേ ഹാവ് എ സ്പെസിഫിക് റെക്കോർഡ്. ഓരോരുത്തർക്കും റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡുകൾ അവരുടെ എന്താ പറയാ ഹോസ്പിറ്റൽസിന്റെ എക്സ്റ്റേണൽ യൂസിന് വേണ്ടി, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കാൻ വേണ്ടി, പുറമെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ, ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾ ദീസ് റെക്കോർഡ്സ് ഹാവ് ടു ബി കെപ്റ്റ്. പേഷ്യന്റിന്റെ കുറെ റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ്. അപ്പൊ അതിന്റെ കണ്ടന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓരോ പർപ്പസിനാണ്. ഈ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പല പല കാര്യങ്ങൾക്കുമാണ് നമുക്ക് ഉപയോഗിക്കാം. HIMA വീണ്ടും പറയുന്നുണ്ട്, 2016 പറയുന്നുണ്ട്. അത് എന്താ പറയാ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, അതായത് നമ്മുടെ പേഷ്യന്റ് റെക്കോർഡ്സ് കോമൺലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല എന്താ പറയാ രോഗങ്ങളുമായിട്ട് പല രോഗികൾ വരുന്നു, അവരുടെയൊക്കെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. അത് എല്ലാം അവരുടെ റെക്കോർഡിങ്ങിന്റെ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റെക്കോർഡുകളുടെ ടൈപ്പ് അനുസരിച്ച് പല രീതിയിലൊക്കെയാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ കണ്ടന്റുകൾ ഇവിടെ നമുക്ക് 1 ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഇനി അതിനകത്ത് വന്നിരിക്കുന്നത് നോക്കാം. നമുക്കറിയാം എല്ലാ ഡോക്യുമെന്റിനും ഓരോ പർപ്പസാണ്. പർപ്പസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഇനി നമുക്ക് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകൾ പഠിച്ചാൽ മതി. മനസ്സിലായോ? അത് കുറെ പാരഗ്രാഫിലൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞു തന്നെ വീണ്ടും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പൊ എന്തൊക്കെ കമ്പോണന്റുകളാണ് പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തേത് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ആണ്. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദ ഹോസ്പിറ്റൽ ഹാസ് ടു ഐഡന്റിഫൈ മീ. ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ രോഗമായിട്ട് ചെല്ലുന്നു, എന്നെ അറിയണമെങ്കിൽ, എന്നെ മനസ്സിലാക്കണമെങ്കിൽ, കഴിഞ്ഞ 2 മാസം മുമ്പ് വന്ന ആളല്ലേ, ഇതിനൊക്കെ ഒന്ന് ഓർത്തു നിർത്താൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് എത്ര പേഷ്യൻസ് ഒരു ദിവസം ക്ലാസ് അല്ല ഹോസ്പിറ്റൽസിൽ കയറി ഇറങ്ങി പോകുന്നേ അല്ലേ? ഒരു ദിവസം ഒരു 30-40 രോഗികൾ വരികയാണ് ഒരു ദിവസം. അപ്പൊ ഒരു വീക്കിലാകുമ്പോ എത്ര ആളുകൾ ഉണ്ടാവും? ഞാൻ ഏറ്റവും കുറച്ച് നമ്പർ പറഞ്ഞതാ അല്ലെ? ഒരു വീക്ക്, ഒരു ആഴ്ചയിലാകുമ്പോ എത്ര പേരാ വരിക, വന്നു പോകുക? നമ്മൾ എന്തെങ്കിലും ഒരു രോഗമായിട്ട് ചെല്ലുന്നു, 1 മാസം കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്നും കൂടി ചെല്ലാണ്, എന്തെങ്കിലും ചെക്കപ്പിനോ മറ്റൊക്കെ കാര്യങ്ങൾക്ക് ചെല്ലുന്നു. അപ്പോഴും ഡോക്ടർമാർ നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ല. മുഖം നോക്കി അവർക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ചില ഡോക്ടർ തന്നെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ മുഖത്തൊന്നും നോക്കില്ല, എന്താ ഒറ്റ പ്രാവശ്യം നോക്കിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അവര് കുഞ്ഞിരുന്ന് ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതുള്ളൂ അല്ലെ? അങ്ങനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാണോ? എല്ലാവരും ഇങ്ങനെ കണ്ടിൽ തന്നെ നമ്മളെ നോക്കിയിരുന്നിട്ടാണോ നമ്മളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്? ഡോക്ടേഴ്സേ എവിടെന്നാ വരുന്നേ, എന്താ സുഖം, ഇങ്ങനെ നമ്മുടെ മുഖത്ത് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. മിക്കവാറും മെജോറിറ്റി ഡോക്ടേഴ്സും അവര് നമ്മളെ എന്താ പറയാ, നമ്മള് കൺസൾട്ടേഷന് വേണ്ടി കയറുമ്പോ നോക്കും, 1-2 പ്രാവശ്യമൊക്കെ നോക്കും. പിന്നെ അവര് കുറിക്കുന്നത് മുഴുവനും അവരുടെ പ്രിസ്ക്രിപ്ഷൻസ്, എന്താണ് രോഗി പറയുന്നത്, അതിന്റെ ലക്ഷണങ്ങളും മറ്റൊക്കെ തന്നെ ഇങ്ങനെ എഴുതും. കുഞ്ഞിരിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുയർത്തി നോക്കിയാലേ അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് അറിയില്ല ഈ വരുന്ന പേഷ്യന്റ് 1 മാസം കഴിഞ്ഞിട്ട് ഇത് അന്ന് വന്ന ആളാണ്. They can identify the patient only through the information is collected at the first time at the registration point or admission point. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ ആദ്യം തന്നെ ചീട്ടെടുക്കുന്നിടത്ത് പോകും. അതാണ് രജിസ്ട്രേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ചീട്ടെടുക്കുന്നിടത്തോ അല്ലെങ്കിൽ പേഷ്യൻസിനെ എന്താ പറയാ അഡ്മിറ്റ് ചെയ്യുന്നിടത്തോ ഒക്കെ പോകുമ്പോ അവിടെയൊക്കെ കുറെ ഇൻഫോർമേഷൻസ് നമ്മളെ സംബന്ധിക്കുന്നത് അന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകൾ ആദ്യം കളക്ട് ചെയ്തത്
എവിടെ നിന്ന്? രജിസ്ട്രേഷൻ പോയിന്റ്. ഇതാണ് ഇയാളുടെ പേര്, ഇയാൾക്ക് ഇത്ര വയസ്സാണ്, അല്ലെ, ഇത് മെയിൽ ഓർ ഫീമെയിൽ, അല്ലെ, ഇന്ന രോഗവുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ നോക്കിയപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് തന്നു വന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ മെമ്മറിയിൽ നിന്ന് ഓർക്കാം. പിന്നെ മാത്രമല്ല ഇതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അന്ന് ഇന്ന് മരുന്ന് കൊടുത്തു, ഇത്ര ദിവസത്തേക്കുള്ള മരുന്നാണ് കൊടുത്തത്, അന്നത് രോഗം മാറി പിന്നീട് വന്നില്ല, പിന്നെ ഇപ്പോഴാ വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിക്കളക്ട് ചെയ്തവർക്ക് എടുക്കാൻ പറ്റും. അപ്പൊ രജിസ്ട്രേഷൻ പോയിന്റില് നമ്മൾ ആദ്യമായി കൊടുക്കുന്ന ആ ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡായിട്ട് ആദ്യമായി ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ദ ഇൻഫോർമേഷൻസ് ഫൗണ്ട് ഫ്രം ദാറ്റ് റെക്കോർഡ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് എന്തെന്ന് പറയാ നമ്മള് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ. ആളെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണത്. അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുമ്പോ what all things are included in identification screen? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? പേഷ്യൻസ് നെയിം, പേഷ്യന്റിന്റെ പേരുണ്ടാകും, പേഷ്യൻസ് അഡ്രസ് ഉണ്ടായിരിക്കും, ആളുടെ ടെലിഫോൺ നമ്പർ ഉണ്ടായിരിക്കും, കളക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്പറൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഫോണില്ലാത്ത കാര്യമില്ല, കുഞ്ഞിതെങ്കിലും. പിന്നെ അവരുടെ ഇൻഷുറൻസ് ഉള്ള ആളാണോ, അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസിന്റെ നമ്പർ, പോളിസി നമ്പർ, ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. സോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ നമ്പർ എത്രയാണ്, അതുപോലെ തന്നെ പരിശോധിച്ചതിന്റെ കുറെ കുറിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കും. പിന്നെ ആള് അഡ്മിറ്റ് ചെയ്തു, അത് ഇനി പിന്നെ ഡിസ്ചാർജ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ആ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പേഷ്യന്റിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ആകും. അത് കണ്ടു കഴിയുമ്പോ തന്നെ ശരി, അപ്പൊ ഞാൻ ടീസ്റ്റ് ആണ് ആള്, അപ്പൊ ഓർമ്മ വരും. കണ്ടോ, നമുക്ക് അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, ചില കാര്യങ്ങൾ നമ്മളെ കാണിക്കുമ്പോഴാണ്. പെട്ടെന്ന് കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു ചില ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ, ചെറുതിലെ കാണുമ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോ കണ്ടതാ, പക്ഷെ എന്തെങ്കിലും ലക്ഷണങ്ങളോ എന്തെങ്കിലും ഒരു കാര്യമോ നമുക്കൊരു സൂചനയായിട്ട് തരുമ്പോ വി ക്യാൻ ഐഡന്റിഫൈ them, അല്ലെ? അതുപോലെ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ റെക്കോർഡ്സ് which are informations are collected at the registration point, അതൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ആയിട്ട് വരാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതില്ലേ നമുക്ക് രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. First one, information found on the identification screen of a health or medical record originates at the time of registration or admission. Admission സമയത്തോ രജിസ്ട്രേഷൻ സമയത്തോ ഉടലെടുക്കുന്ന പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ്, അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ, അതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് സെന്റൻസ് ഓൾസോ, the identification data generally includes, ഐഡന്റിഫിക്കേഷൻ ഡാറ്റയില് പൊതുവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ടെലിഫോൺ, പിന്നെ ഇൻഷുറൻസ് കാരിയർ ആണോ, പോളിസി നമ്പറും, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് പൊസിഷൻ, അവരെ പരിശോധിച്ച സ്ഥിതികള്, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തത്, ഡിസ്ചാർജ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഐഡന്റിഫിക്കേഷൻ സ്ക്രീനാണ് തയ്യാറാക്കുന്നത്. And these all things are recorded by the physicians. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? പരിശോധിച്ചിട്ട് അതിന്റെ ഡയഗ്നോസിസ് റിസൾട്ടുകളൊക്കെ ഫിസിഷ്യൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് അധികാരപ്പെട്ടവര്, അതൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെല്ലുമ്പോ അവരൊക്കെ എഴുതുന്ന അവരവരുടേതായ കാര്യങ്ങള്. ഇപ്പൊ ഡോക്ടർ എഴുതുന്നത് ഡോക്ടർ ആളെ പരിശോധിച്ചിട്ട് കണ്ടെത്തിയ കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളുമാണ് ഡോക്ടർ എഴുതുക. ഫാർമസിയിൽ ചെയ്യുമ്പോ ഫാർമസിയിൽ ആരും പുതിയ വേറൊരു മരുന്ന് കൂടി ഇത് കൂടി ഇട്ടാ ഇത് കൂടി ഇതിന്റെ കൂടെ കഴിച്ചു എന്ന് പറഞ്ഞ് ഫാർമസിക്കാർ വേറെ മരുന്ന് എഴുതി തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഡോക്ടർ എഴുതി തരുന്ന അതേ മരുന്നുകൾ എടുത്തു തരിക എന്നുള്ളതാണ് ഫാർമസിക്കാരുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ അതിന്റെ ഒപ്പം ഇതിന്റെ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ ഇന്ന പേഷ്യന്റ് ആൾക്ക് ഇന്ന മരുന്ന് കൊടുത്തു, അതിന്റെ റെക്കോർഡ്സ് അവിടെയും കാണും. അവരുടെ കമ്പ്യൂട്ടറിലേക്കും അത് സേവ് ചെയ്യും. പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനാണ് അതിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ, പേയ്മെന്റ് കൊടുത്തു, ഓൾ ദീസ് തിങ്സ്. ഇതിങ്ങനെ ഓരോ പേഴ്സണൽസും ഓരോ ജോലിക്കാരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ടോ അതെല്ലാം അവിടെ കൃത്യമായിട്ടൊക്കെ വെക്കും. അപ്പൊ അതനുസരിച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ they can use it for administrative purpose and also for clinical purpose. ഹോസ്പിറ്റൽസിന്റെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? And sometimes these documents or informations are collected and coded, encoded. ചിലപ്പോഴൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തത് മുഴുവനും അങ്ങനെ തന്നെ ഇങ്ങനെ എഴുതി വെക്കുകയല്ല. നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിച്ച് ഇതൊക്കെ കോഡിങ്, മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് മെഡിക്കൽ കോഡിംഗ് ഉപയോഗിച്ച് പല കാര്യങ്ങളെ കോഡ് ചെയ്തായിരിക്കും ചിലപ്പോൾ വയ്ക്കുക.
അപ്പൊ അത് കോഡ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോഡിംഗ് രീതി, മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെ ഉണ്ട് ഇപ്പൊ, ഇല്ലേ? മെഡിക്കൽ കോഡിംഗ് എന്താ? മെഡിക്കൽ കോഡിംഗ് എന്തായിരിക്കാം? ഓരോ മെഡിസിൻസിനൊക്കെ ഓരോ കോഡ് കൊടുത്ത് കോഡ് ചെയ്ത് വെക്കും. ഇപ്പൊ മെഡിസിൻസിനെ പറയുന്നത് പോലെ നമ്മളിപ്പോ ടെക്സ്റ്റൈൽ ഷോപ്സിലൊക്കെ നമ്മൾ പോവുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ ഉള്ള തുണിത്തരങ്ങളുടെ അവിടെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ആണുങ്ങൾക്ക് അത്ര അധികം ഇല്ല അല്ലെ, വെറൈറ്റീസ് കുറവാണ്. പക്ഷെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. അപ്പൊ ഇവര് ഓരോ ഇപ്പൊ സാരി സെക്ഷൻ തന്നെയാണെങ്കിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാരീസ് ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഒരു പേരുണ്ടാവും സാരിക്ക്, പക്ഷെ വിലയും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ ആകാത്ത രീതിയിൽ അവരതിനെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന സാരി, അത് ഇന്ന സാരിയാണ്, അതിനൊരു കോഡ്, മനസ്സിലായോ? ആ കോഡ് നമ്പർ ആയിരിക്കും അവര് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ആ സാരിയുടെ പേരല്ല, ആ സാരിക്ക് ഒരു കോഡ് നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാത്തിനും. അപ്പൊ ഇവിടെയും മെഡിസിൻസിന്, ഹോസ്പിറ്റൽസിലെ മറ്റ് എക്യുപ്മെന്റ്സിന് അല്ലെ, മറ്റ് ഫെസിലിറ്റീസിന് ഓരോന്നിനൊക്കെ ഓരോ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ഇറ്റ് ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കോഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്ലാനിങ് പർപ്പസ്. അതൊക്കെ പിന്നീട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനൊക്കെ അത് അവരെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയോ? ആ ഫസ്റ്റ് 2 സെന്റൻസ് ആണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ്ങില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് ഉണ്ടാകുന്ന മെഡിക്കൽ റെക്കോർഡ്, അന്നേരം ഉടലെടുക്കുന്ന മെഡിക്കൽ റെക്കോർഡാണ്. അതിനകത്തെ ഇൻഫോർമേഷൻസ് ആണ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റയായിട്ട് നമ്മൾ ഹോസ്പിറ്റൽസുകാർ സ്വീകരിക്കുന്നത്. ആ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പേഷ്യന്റിന്റെ നെയിം, പേഷ്യൻസ് അഡ്രസ്, പേഷ്യൻസ് ടെലിഫോൺ നമ്പർ, പേഷ്യന്റ് ഇൻഷുറൻസ് കാരിയർ ഓർ നോട്ട്, ഇൻഷുറൻസ് കാരിയർ ആണോ, ആണെങ്കിൽ ദ ഇൻഷുറൻസ് പോളിസി നമ്പർ ആൻഡ് പേഷ്യൻസിന്റെ ഡയഗ്നോസിസ് ആൻഡ് ഡിസ്പൊസിഷൻ ഓർ ഡിസ്ചാർജിന്റെ സമയത്തുള്ള ആളുടെ പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് കൊണ്ട് വരിക. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇവിടെ വരെ അത്രയും പഠിച്ചാൽ മതി. അതില് കാര്യമൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്താണ്, ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ ഉൾപ്പെടുത്തേണ്ടത്, ഓൾ ദീസ് തിങ്സ്. അത്രേ ഉള്ളൂ. ഇനി ഈ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കോഡുകളായിട്ടായിരിക്കും അവര് സേവ് ചെയ്ത് വെക്കുക. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോഡഡ് ആയിരിക്കും, എൻകോഡ് ചെയ്തിരിക്കുന്ന ആ കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് അവര് പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ കോഡ് പേഷ്യൻസിന് മനസ്സിലാവണമെന്നില്ല, നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽസിന്റെ പേഴ്സണൽസ്, ജോലിക്കാര് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, നഴ്സസ് ടീം, അങ്ങനെ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇതൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പിന്നീട് അവര് എൻകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്തെടുത്ത് ഓരോ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രോബ്ലം ലിസ്റ്റ്. എന്താ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് മീൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ പ്രോബ്ലം, ദ സിഗ്നിഫിക്കന്റ് ഇൽനെസ് ഓഫ് ദ പേഷ്യന്റ്, ദ ഇമ്പോർട്ടന്റ് ഇൽനെസ് ഓഫ് ദ പേഷ്യന്റ്. നമ്മളിപ്പോ ഒരു രോഗമായിട്ട് ചെന്നേക്കാണ്, നമ്മളോട് നമ്മള് ഡോക്ടറോട് പറയണത്, ഡോക്ടറെ എന്താണ് ഇന്നലെ തുടങ്ങി, നല്ല പനിയുണ്ട്, ചുമയുണ്ട്, നല്ല തലവേദനയുണ്ട്. അപ്പൊ വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്? ആ രോഗിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രോഗം എന്താണ് അതാണ് ആ ലിസ്റ്റ്. പിന്നെ മാത്രമല്ല ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലെ, ആ ഒരു രോഗവുമായിട്ട് വന്നപ്പോ വാട്ട് ഓൾ തിങ്സ്, ചെക്ക് ഓപ്പറേഷൻ ചെയ്തു, സർജറി ചെയ്തോ, മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തോ, ആ പേഷ്യന്റിൽ നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം ചേരുന്നതാണ് രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. Is the comprehensive problem list which identifies significant illness and operations the patient has experienced. അപ്പൊ അതെല്ലാം ചേരുന്ന ഒരു റെക്കോർഡ്, അത് എന്താ പറയാ, പ്രോബ്ലം ലിസ്റ്റ് ഉൾപ്പെടുന്ന റെക്കോർഡ്, അതൊരു പേഷ്യന്റിന്റെ റെക്കോർഡാണ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനില് നമ്മളെ രജിസ്ട്രേഷൻ പോയിന്റില് കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ വാങ്ങിക്കുന്നു. പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും പോളിസി നമ്പറും ടെലിഫോൺ നമ്പർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനാണ്, അതൊരു റെക്കോർഡായി മാറി. ഇനി പ്രോബ്ലം ലിസ്റ്റ് എന്താണ്? പേഷ്യന്റ് വന്നിരിക്കുന്നത് എന്താണ്, പ്രധാനപ്പെട്ട അസുഖമാളുടെ എന്ത് കാര്യമാണ് നമ്മൾ ആ പേഷ്യന്റിന് വേണ്ടി എന്നിട്ട് ചെയ്തു കൊടുത്തത്, അതാണ് പ്രോബ്ലം. അതും മറ്റൊരു റെക്കോർഡാണ്, അത് പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ മറ്റൊരു കണ്ടന്റ് ആണ്. മനസ്സിലായോ? പ്രോബ്ലം ലിസ്റ്റ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഒരു സ്പെസിഫിക് എപ്പിസോഡിൽ മാത്രമല്ല, ഇപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി രോഗത്തിന്റെ വിവരമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചു പോകുന്നു. ആ ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ മാത്രമല്ല, നമ്മൾ കണ്ടിന്യൂം ഓഫ് കെയർ. പിന്നീട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ്
നമുക്ക് ചെയ്തത് ഓൾ ദീസ് തിങ്സ്. അപ്പൊ നമ്മുടെ ഫിസിഷ്യൻ നമുക്ക് തന്ന കെയർ, പിന്നെ എന്താ പറയാ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവുമല്ലോ, ഫാർമസിയിൽ നിന്നോ ലാബിൽ നിന്നോ അവിടെ വന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരും, പ്രോബ്ലം ലിസ്റ്റിൽ വരും കേട്ടോ. ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയറിൽ കിട്ടുന്ന അതിനകത്തുള്ള റെക്കോർഡ്സ് മാത്രമല്ല, അതിന്റെ കണ്ടന്റുകൾ മാത്രമല്ല, നമ്മുടെ ഫിസിഷ്യൻസ് കൊടുക്കുന്ന കെയറിങ്, പിന്നെ എന്താ പറയാ മറ്റു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, അതെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. ക്ലിയർ ആയോ? പ്രോബ്ലം ലിസ്റ്റ് മനസ്സിലായോ? ഹലോ, ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തു. യെസ്. നെക്സ്റ്റ് വൺ മെഡിക്കേഷൻ റെക്കോർഡാണ് അടുത്തത്. മെഡിക്കേഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അത് എന്ത് റെക്കോർഡായിരിക്കും. അതായത് നമ്മുടെ പേഷ്യന്റ് റെക്കോർഡുകളുടെ കണ്ടന്റുകളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കണ്ടന്റാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ കിട്ടുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ റെക്കോർഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അവരുടെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ പേര്, മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനില്. അതേസമയം പ്രോബ്ലം ലിസ്റ്റിൽ ഈ ആളുടെ അസുഖം എന്താണ്, പ്രധാനപ്പെട്ട അസുഖം എന്താണ്, ആ അസുഖത്തിന് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്ത് പ്രൊസീജിയർ ചെയ്തു, അത് പ്രോബ്ലം ലിസ്റ്റില് അതിന്റെ കണ്ടന്റുകൾ അതാണ്. മെഡിക്കേഷൻ റെക്കോർഡ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തായിരിക്കും മെഡിക്കേഷൻ റെക്കോർഡ്, അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്, MAR. ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നും പറയാറുണ്ട് മെഡിക്കേഷൻ റെക്കോർഡിനെ. ഇതിനകത്ത് എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെ. എന്ത്? മെഡിക്കേഷൻസ് വിച്ച് ആർ പ്രൊവൈഡഡ്, മെഡിസിൻസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകള് മാത്രമല്ല, മരുന്ന് മാത്രമല്ല, ഇഫ് സം മെഡിസിൻസ് ഹാവ് സം അലർജി കണ്ടീഷൻസ്. കണ്ടോ, ചില മെഡിസിൻസ് കൊടുക്കുമ്പോൾ ചില അലർജിയുള്ള മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്ക് ചില മെഡിസിൻസ് ചില മരുന്നുകളുടെ കൂടെ കഴിക്കുമ്പോൾ ഇല്ലേ അലർജി വരും. മീൻസ് ലൈക്ക് എന്താ പറയാ കയ്യോ ഇതൊക്കെ ഇങ്ങനെ റെഡിഷ് കളറാകുക, ചുമന്ന് വരിക, അല്ലെങ്കിൽ ചില കുരുക്കൾ പോലെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പെട്ടെന്നാണ് ഗുളിക കഴിച്ച് അങ്ങോട്ട് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ കുരുന്ന് പോകും. ചില മെഡിസിൻസിന്റെ കൂടെ ചിലത് കഴിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ചില ആളുകൾക്ക് ചില മെഡിസിൻസ് പറ്റില്ല. അത് അവരുടെ ആരോഗ്യത്തിന് ആ ഒരു മെഡിസിൻ ചിലപ്പോൾ ഇതാകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ചിലപ്പോ ആ ഒരു ഏതെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കാം അതിനകത്ത്, ആ കണ്ടന്റ് ഇല്ലാത്ത മെഡിസിൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പൊ എല്ലാ മെഡിസിൻസും എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, മെഡിക്കേഷൻ അലർജീസ് ഏതെങ്കിലും പേഷ്യൻസിനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന റെക്കോർഡ്, അതാണ് മെഡിക്കേഷൻ റെക്കോർഡ്. ക്ലിയർ ആയോ? മെഡിക്കേഷൻ റെക്കോർഡിന് another name which is given മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് കേട്ടോ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നും അതിന് പേരുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുക? മെഡിക്കേഷൻ റെക്കോർഡ് ലിസ്റ്റ്. എന്തൊക്കെ ലിസ്റ്റ് ആണ് വരുന്നത്? മെഡിസിൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ, പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ്, സബ്സിക്വന്റ്ലി അഡ്മിനിസ്ട്രേർഡ് ടു ദ പേഷ്യന്റ്, അതായത് അപ്പൊ തന്നെ കൊടുത്ത മെഡിസിൻസ് കൂടാതെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എനി മെഡിക്കേഷൻ അലർജീസ് ദ പേഷ്യന്റ് മേ ഹാവ്. ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ ആ പേഷ്യൻസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അലർജീസ്. ഓക്കെ, അപ്പൊ 2 സെന്റൻസ്, രണ്ടല്ല 3 സെന്റൻസ് വരെ അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഈ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോ എടുക്കുന്ന ജോലിക്കാർ വളരെ കൃത്യമായിട്ട്, വളരെ എന്താ പറയാ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റ്. ഈ കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇവരാണല്ലോ. ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊടുക്കുമ്പോ എഴുതി കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യുള്ളൂ. മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ഫാർമസിസ്റ്റുകൾ, അവരാണ്, ഫാർമസിയാണ് അതിന്റെ റെസ്പോൺസിബിൾ. അപ്പൊ അവരത് കൊടുക്കുമ്പോ എടുക്കുന്ന മരുന്ന് കൊടുക്കുന്ന മരുന്ന് ഹാവ് ടു ബി സെയിം ടു സെയിം, എല്ലാം ഒന്ന് തന്നെയായിരിക്കണം. അത് വേറെ വ്യത്യാസങ്ങൾ വരാൻ പാടില്ല. അപ്പൊ അവരാണ് അത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇന്ന മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഡോക്യുമെന്റ് ചെയ്യുന്നതും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? ആ പേഴ്സണൽസ് ആണ്, ഫാർമസിയിലെ ജോലിക്കാരാണ്. സോ ദേ ഹാവ് ടു പ്രൊവൈഡ് അക്യൂട്ട് കെയർ. വളരെയധികം ശ്രദ്ധിച്ച്, വളരെ ഗൗരവമായ കാര്യമാണ് മരുന്ന് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. അപ്പൊ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എഴുതിയോ അല്ലെങ്കിൽ ചിലപ്പോ വെർബലായിട്ട് അപ്പൊ തന്നെ കൊടുക്കാൻ കൊണ്ടുവരാനാണ് പറയുന്നതെങ്കിലേ, ചില സമയത്തെ നമ്മൾ ഡോക്ടറെ അടുത്ത് നിന്നിരിക്കുമ്പോ സിവിയർ ഫീവർ ഒക്കെ ആണെങ്കിലേ പെട്ടെന്നൊരു മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറയും. ഒരു ഗ്ലാസ് വെള്ളവും അല്ലെ, അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് ഏതെങ്കിലും മരുന്നുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്.
അപ്പൊ തന്നെ എന്തെങ്കിലും ഇപ്പൊ സിവിയർ പെയിൻ ആണ് ചിലപ്പോ, അപ്പൊ അതൊന്ന് പെട്ടെന്ന് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടില്ല, അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഡോക്ടറിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഫാർമസിയിലേക്ക് ചെല്ലുമ്പോ തന്നെ അപ്പൊ തന്നെ നമുക്ക് കഴിക്കാൻ തരും. വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, കവറിൽ പൊതിഞ്ഞല്ല, നമ്മുടെ മറ്റേ ഇതിനകത്ത് ഇട്ടിട്ടല്ല, അല്ലാതെ തന്നെ ചിലപ്പോ ആ കൗണ്ടറിൽ, ഫാർമസി കൗണ്ടറിൽ ഇപ്പൊ തന്നെ തരാനായിട്ട് ഡോക്ടർ അപ്പൊ ചിലപ്പോൾ പറയുള്ളൂ. അപ്പൊ അത് ഇതൊന്നുമില്ല. അപ്പൊ വെർബലി പറഞ്ഞതോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസോ ആണ് ആര് ഫിസിഷ്യൻസ് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ് ആര് തരുന്നേ? ഫാർമസി. പക്ഷെ ഫാർമസിക്കാരാണ് ദേ ആർ ഡോക്യുമെന്റ് ദീസ് മെഡിക്കേഷൻസ്. ഈ മരുന്നുകളൊക്കെ കുറിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് തരുന്നത്, അതിന്റെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത് അവിടുത്തെ ജോലിക്കാരാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതീവമായ ശ്രദ്ധ കൊടുത്ത് വേണം ഇത്തരം ഇൻഫോർമേഷൻസ് നമ്മൾ മരുന്നുകൾ കൊടുക്കാനും അതിന്റെ ഇൻഫോർമേഷൻസ് ഡോക്യുമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പൊ മെഡിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്, മരുന്നുകളുടെ അലർജീസ്, പേഷ്യന്റിന് അത് കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അലർജീസ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്? മെഡിക്കേഷൻ റെക്കോർഡ്. ക്ലിയർ? മനസ്സിലായോ? ഇനി ആ മെഡിക്കേഷന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താ പറയാ എഴുതാനുള്ള ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആർക്കാം? നഴ്സിംഗ് പേഴ്സണൽ. കേട്ടാ, ആരാണോ അതിന്റെ പേഴ്സണൽ, ആ ജോലിക്കാര്. അപ്പൊ ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഫുൾ അണ്ടർലൈൻ ചെയ്യാനുണ്ട് മെഡിക്കേഷൻ റെക്കോർഡ്സിൽ. ഫുൾ ഉണ്ട് കേട്ടോ. ഫിസിഷ്യൻസിന്റെ അദ്ദേഹം കുറിച്ച അല്ലെങ്കിൽ വെർബലി പറഞ്ഞ ഓർഡേഴ്സ്, മരുന്ന് ഏതാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് നഴ്സിംഗ് പേഴ്സണൽസ് ആണ് അത് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നതും അതനുസരിച്ച് അത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതും അവർ തന്നെയാണ്. അതുകൊണ്ട് അത് അക്യൂട്ട് കെയർ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ് ആണ്. ഫിസിക്സ് അല്ല, മീൻസ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. നമ്മൾ അടുത്ത ദിവസം എടുക്കാം. കുടിച്ചിട്ട് അത് ഫുള്ള് തീരില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഞാൻ തുടക്കം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇത്തിരി ഭാഗം, ദാറ്റ് മീൻസ് ഒരു 2 ദിവസത്തേക്കൊന്നും ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡേയും ഒരു 1.5 ഡേ മതി. പക്ഷെ ടീച്ചർ റിലാക്സ് ചെയ്തെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ പോർഷൻ ഞാൻ വന്ദന മിസ്സിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കം പറഞ്ഞേട്ടോ. വന്ദന മിസ്സിന് കൊടുത്തിട്ടുണ്ട് ബിക്കോസ് നമ്മളുടെ ഒരു വന്ദന മിസ്സിന്റെ ഓൾറെഡി പോർഷൻസ് തീർന്നു. ആൻഡ് ഓൾസോ വന്ദന മിസ്സിന് മുമ്പിൽ ഒരു 5-6 ക്ലാസ് അവിടെ ഉണ്ട്. ഈ 6 ക്ലാസ്സിലൊക്കെ ഇരുന്ന് നമുക്ക് ഈ ഒരു റെവല്യൂഷൻ മാത്രം ചെയ്യുമ്പോൾ അത് ബോറടിക്കും, ടീച്ചർക്കും ബോറടിക്കും, കുട്ടികൾക്കും ബോറടിക്കും. സോ പുതിയ കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും അല്ലെ? എങ്ങനെയാണ് എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെയാണെന്ന്. അപ്പൊ 2 ക്ലാസ്സിലുള്ളതേ കൊടുത്തുള്ളൂ. മാക്സിമം 2 ക്ലാസ് വേണ്ടി വരില്ല, 1.5 ഡേ മതി. അപ്പൊ ബാക്കിയുള്ള സമയത്ത് ടീച്ചർ റിവിഷൻ നടത്തിക്കോട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് പറഞ്ഞത്, ഒരു ചെറിയൊരു കാര്യം. കാരണം നമ്മളുടേത് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, മറ്റവരുടേത് ഭയങ്കര കുറെ ദിവസങ്ങൾ ബാക്കി നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ അത് അത്ര നല്ല ഇതല്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 ക്ലാസ് ടീച്ചർക്ക് എടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അത് എടുക്കും. മൺഡേ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിഷാമേഴ്സ് എടുക്കുന്ന ചാപ്റ്ററിൽ നിന്നാണല്ലോ ടീച്ചർ എടുത്താന്ന് ചിന്തിക്കരുത്. റെക്കോർഡ് ക്ലാസ് കാണുന്നവരോടും ഇപ്പൊ നമ്മളിപ്പോ ലൈവിലുള്ളവരോടും കൂടി പറയുന്ന കാര്യമാണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഇതാണ് കാര്യം. അപ്പൊ നമ്മുടെ HMIS ഒരു ചെറിയ ഭാഗം അങ്ങനെ മിസ് മൺഡേ എടുക്കും കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്തത്, പിന്നെ അണ്ടർലൈൻ ചെയ്തതും. അപ്പൊ അതൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ളതൊക്കെ യു ഹാവ് ടു ജസ്റ്റ് നിങ്ങളുടെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാം, ഓർത്തിരിക്കുക. അത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇപ്പോഴേ തന്നെ സമയം കിട്ടുമ്പോ, സാറ്റർഡേ സൺഡേ ഒക്കെ സമയം കിട്ടുമ്പോൾ 1 മണിക്കൂറൊക്കെ ചിരിച്ചേരൊക്കെ ഇരുന്ന് പഠിച്ചു തുടങ്ങിക്കോൾട്ടോ. കാരണം വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ദ കോഴ്സ്. നമ്മുടെ PG കൂടിയാണ് തീരാൻ പോണേ. സോ അതിന്റെ കൂടി ഒരു എന്താ പറയാ, കുറച്ചുകൂടി നിങ്ങളുടെ ലെവലൊക്കെ അങ്ങോട്ട് ഉയർന്നിട്ടുണ്ട്. PG കൂടി കംപ്ലീറ്റ് ചെയ്ത് എക്സാം ഒക്കെ കഴിയുമ്പോ നിങ്ങൾ എന്താ പറയാ
സ്റ്റഡി ലീവ് ഉണ്ടാവും, സ്റ്റഡി ലീവ് ഉണ്ടാവും. എന്നാലും അപ്പോഴത്തേക്ക് വേണ്ടി മാത്രം വെക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മറിച്ചൊക്കെ നോക്കി അത് മനസ്സിലാക്കുക. വെറുതെ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്, അതിനോട് എനിക്ക് യാതൊരു യോജിക്കൂല. ബിക്കോസ് ഇതെല്ലാം കഴിഞ്ഞ് എക്സാം മാത്രമല്ല, എക്സാമിന്റെ മാർക്ക് മാത്രമല്ല, നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മള്. അത് നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഇതൊക്കെ നമ്മള് ക്ലാസ്സിൽ കേട്ടതാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമ്മളുടെ ഇതിൽ വേണം. മനസ്സിലായോ? അങ്ങനെ പഠിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പരീക്ഷയെ അതിജീവിക്കാൻ വേണ്ടി മാത്രം ആയിരിക്കരുത് നമ്മുടെ പഠനം. ഓക്കെ, സോ അടുത്ത ദിവസം ബൈ. താങ്ക് യു.